എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഓർമ്മ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ മരണമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് എൻ്റെ അച്ഛൻ നാഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, സ്ഥലമാറ്റായിരുന്നു അവിടെ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഓർമ്മ ഇരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, എൻ്റെ അച്ഛനും അമ്മയും ചൂരൽ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഒരു ചെറിയ ചൂരൽ കസേര ഉണ്ട്, അന്നൊക്കെ ചെറിയൊരു ബേബി സൈസായിട്ടുള്ളൊരു ചൂരൽ കസേര ഉണ്ടായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 4 വയസ്സായിരുന്നു. എൻ്റെ ഓർമ്മ ഇരിക്കുന്നത് അന്ന് ഒരു ബുഷ് റേഡിയോ ഉണ്ട്, അതും കേട്ടോണ്ട് എൻ്റെ അച്ഛനും അമ്മയും മുമ്പോട്ടിങ്ങനെ ഇങ്ങനെ മുമ്പോട്ടിരുന്ന് കേൾക്കുന്നു. എന്നിട്ട് അവരുടെ ഫേസ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. മുഖത്ത് ഭയങ്കര ഷോക്കായിട്ടുള്ള ഒരു മുഖം. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്നാ ഈ പ്രശ്നം എന്ന്. പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ട് എൻ്റെ അമ്മ ഇരുന്നുകൊണ്ട് നെച്ചിട്ടുണ്ട് എൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ കണ്ണും മിഴിച്ച് ഇങ്ങനെ ആ ബുഷ് റേഡിയോയോട് ഇങ്ങനെ നോക്കുന്നു. അന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു എന്നാ വിഷയം എന്ന്. പക്ഷേ ഇതായിരുന്നു ജോൺ എഫ് കെന്നഡിയുടെ മരണം. അന്നത്തെ സമയത്തൊക്കെ നാഗ്പൂർ എന്ന് പറഞ്ഞാൽ ഓറഞ്ചസിന് മാത്രമാണല്ലോ ഫേമസ്. ഇപ്പം എല്ലാവരും RSS ഹെഡ് ക്വാർട്ടേഴ്സ് എന്നല്ലേ പറയുന്നത്. അവിടെയാണ് ഞാൻ ആദ്യം എൻ്റെ സ്കൂൾ തുടങ്ങിയത്. നഴ്സറി സ്കൂളായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛന് ഭയങ്കര പ്രത്യേകമായിരുന്നു. കോൺവെൻറ്റ് സ്കൂളിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു സെയിൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് എന്ന് പറഞ്ഞൊരു കോൺവെൻ്റ് ഉണ്ട്. അച്ഛൻ എന്നെ കൊണ്ടുപോയി അവിടെ. അപ്പോൾ അവിടുത്തെ കന്യാസ്വാമിയാണ് അവിടുത്തെ പ്രിൻസിപ്പൾ. ഭയങ്കര സ്ട്രിക്റ്റാണ്, എല്ലാവർക്കും ഭയങ്കര പേടിയുള്ളതാണ്. എനിക്ക് പക്ഷേ 4 വയസ്സേ ഉള്ളൂ. പേടിയൊന്നുമില്ല. പേടിയെന്നാണെന്ന് പറഞ്ഞ കാര്യം എനിക്കില്ല. അപ്പോൾ അച്ഛനോട് ഞാൻ പോയി പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ പോയി. എന്നിട്ട് പ്രിൻസിപ്പൾ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനെല്ലാം ഉത്തരവും പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ കന്യാസ്വാമി ചോദിച്ചു, പ്രാർത്ഥന അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനമ്മ ഇരുന്നുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും. എനിക്ക് പക്ഷേ വലിയ ശ്രദ്ധയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ അപ്പടി വെപ്രാളും. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാൻ മേല. അപ്പം ആ കന്യാസ്വാമി ഒന്ന് ചോദിച്ചു, അന്ന് മോളൊന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥന ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫാദർ ഇങ്ങനെ വണ്ടറടിക്കും, ഇനി എന്നെ ഈ പറയുന്നത് ഈ കൊച്ചെന്നെ ഈ പറയാൻ പോകുന്നത് അറിയാൻ മേല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ഞങ്ങളെ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുകയല്ല, ഞങ്ങൾ രാത്രിയിലേ പ്രാർത്ഥിക്കുകയുള്ളൂ, അതാണ് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുകയല്ലെന്ന്. ഉടനെ എനിക്ക് അഡ്മിഷനും കിട്ടി. അപ്പോൾ അന്നൊട്ട് നാക്കുകൊണ്ടാണ് നമ്മൾ ജയിച്ചു പോകുന്നതെന്ന് എൻ്റെ അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇൻസിഡൻറ്റ്, എൻ്റെ സ്വന്തം നാക്കുകൊണ്ട് ഒരു രക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ശ്രീലങ്കയിലൊക്കെ പോയപ്പോൾ നാക്കല്ലാണ്ട് വേറെ എന്നാ ഉള്ളത്. പിന്നെ വേറെ ഓരോ ഓർമ്മകൾ. 4 വയസ്സായപ്പോൾ തന്നെ എനിക്ക് ഈ റോഡിൽ കൂടെ ഒക്കെ പോകുന്നത് നല്ല നിശ്ചയമാണ്. ഒരു സ്ഥലത്തിന് ഒരു പ്രാവശ്യം പോയാച്ചാൽ മതി, തിരിച്ചു വരാനായിട്ട് തെറ്റിക്കാണ്ട് ഞാൻ വീട്ടിലെത്തും. അപ്പോൾ ഫാദറിൻ്റെ നാവിഗേറ്റർ 4 വയസ്സ് തൊട്ട് ഞാനാണ് നാവിഗേറ്റർ. അപ്പോൾ അച്ഛനമ്മയും മുമ്പിരിക്കും, ഞാൻ നടുക്കിരിക്കും മുമ്പിലെ സീറ്റിൽ. എന്നിട്ട് അച്ഛൻ തിരിച്ചു വരും, ഓരോ വീട്ടിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും തെറ്റും. പക്ഷെ എനിക്കൊരിക്കലും തെറ്റിയല്ല. അത് എനിക്ക് തോന്നുന്ന ഒരു ഭയങ്കര ഒരു ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു കഴിവുള്ളത്. എന്നാന്ന് വെച്ചാൽ ഈ ശ്രീലങ്കയിൽ ഞാൻ പോയിട്ടുള്ളപ്പം എത്ര പ്രാവശ്യം കാട്ടിക്കൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴേ വി ലൂസ് ആ വേ. എന്നിട്ട് ഒരു പിടിയില്ല എങ്ങനെ തിരിച്ച്. അവിടെ വല്ല സൈൻ പോസ്റ്റോ മൈൽ സ്റ്റോണോ ഒന്നുമില്ലല്ലോ. പക്ഷേ ഈ നാവിഗേഷൻ സെൻസ് ഉള്ള കാരണം ഒരു പ്രാവശ്യം പോയാൽ മതി, തിരിച്ചെനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചെത്താനുള്ള വഴി എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ചെറുപ്പത്തിലിങ്ങനെ എല്ലാ സമ്മറിലും വേനൽക്കാലത്തും ക്രിസ്മസ് ടൈമിലും ഞങ്ങൾ നാട്ടിലോട്ട് വരുമായിരുന്നു. എന്നാന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ തറവാട് വാരപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മൂവാറ്റുപുഴ അടുത്ത് കോതമംഗൽ റൂട്ടിലാണ് എൻ്റെ അച്ഛൻ്റെ തറവാട്. അമ്മയുടെ തറവാട് തൊടുപുഴയിൽ. അപ്പോൾ വേനൽക്കാലത്ത് 1 മാസം അവധി ഉണ്ടല്ലോ. ഞങ്ങൾ അന്ന് ട്രെയിനിൽ, എൻ്റെ അമ്മ ഇരുന്നുകൊണ്ട് അന്നത്തെ ഈ വലിയ ബ്രിട്ടാനിയ ടിന്നുണ്ടല്ലോ, ബ്രിട്ടാനിയ ടിന്നിനകത്ത് അമ്മ ഇരുന്നുകൊണ്ടുള്ള കേക്ക്സ് എല്ലാം ഉണ്ടാക്കി നാട്ടിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഇവിടുന്ന് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആ സെയിം ബ്രിട്ടാനിയ ടിന്നകത്ത് ഉള്ള അച്ചപ്പം, ചീപ്പപ്പം, കുഴലപ്പം അതെല്ലാം വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം നാട്ടിൽ വരുമ്പം ഭയങ്കര രസമായിരുന്നു. എന്നാന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ 28 കസിൻസ് ഉണ്ട്, അമ്മയുടെ സൈഡിൽ നിന്ന് 26. അപ്പോൾ എല്ലാവരും കൂടുന്ന ടൈമായത്. സമ്മറിൽ എല്ലാവരും അങ്ങനെ വരികയില്ലായിരുന്നു, നാട്ടിലുള്ളവർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു ഏറ്റവും കൂട്ടായിട്ടുള്ളത്. തോംസുട്ടി എന്ന് പറഞ്ഞാൽ ബോട്ടച്ചൻ, ഷീലു, ബോട്ടച്ചൻ്റെ അനീത്തി, ഞങ്ങൾ 3 പേരാണ് സമ്മറിൽ എൻ്റെ വലിയച്ഛൻ്റെ തറവാട്ടിൽ വീട്ടിൽ കൂടെ ആ പറമ്പിൽ കൂടെ ഒക്കെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഓർമ്മ ഈ വാരപ്പെട്ടിയിൽ എൻ്റെ അച്ഛനും ഞങ്ങൾ റബ്ബർ തോട്ടമാണല്ലോ,
എൻ്റെ വലിയച്ഛൻ അവിടുത്തെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ആദ്യത്തെ ഓർമ്മ ഇരിക്കുന്ന വാരപ്പട്ടിയുടെ ഈ പറമ്പിൽ കൂടെ ഒക്കെ നടക്കുന്ന എൻ്റെ വലിയച്ഛൻ്റെ കൈയും പിടിച്ചുകൊണ്ട്. എന്നിട്ട് വലിയച്ഛൻ എല്ലാവരും അറിയാം, എല്ലാവരുടെയും പേരും അറിയാം, എല്ലാവരുടെ വീട്ടിലെ അവരുടെ ഫാമിലിയുടെ എല്ലാം പേരറിയാം, പിള്ളേരുടെ പേരറിയാം, എല്ലാം അറിയാം പുള്ളിക്കാരന്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനിങ്ങനെ പോകും. അപ്പോൾ അദ്ദേഹം ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കും, ഓരോരുത്തരുടെ ഫാമിലിയിൽ എന്നൊക്കെയാണ് നടക്കുന്നത്, എന്നൊക്കെയാണ് പ്രശ്നം, എന്നൊക്കെയാണ് അവരുടെ അസൗകര്യങ്ങൾ. എന്നിട്ട് അതെല്ലാം പരിഹരിക്കുന്നത് എൻ്റെ വലിയച്ഛനായിരുന്നു. എല്ലാ വീട്ടിലും വഴക്കാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് വഴക്ക്, അല്ലെങ്കിൽ പിള്ളേരായിട്ട് വഴക്ക്, അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സായിട്ട് വഴക്ക്, ഭയങ്കര വഴക്ക്. എല്ലാവരും വീട്ടിലുണ്ട് ഓരോ പ്രശ്നങ്ങളും ഓരോ വഴക്കുകൾ. അതെല്ലാം തീർക്കുന്നത് എൻ്റെ വലിയച്ഛനായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യർക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് ശരിക്കു പറഞ്ഞാൽ അത് ഒരാൾക്ക് ഒരു ന്യൂട്രലായിട്ട് ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ളതായിട്ടുള്ള കഴിവുണ്ട്. എവ്രിതിങ് ഈസ് സോൾവബിൾ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഭയങ്കര വഴക്കായിരുന്നു. ചേട്ടനും അനിയനും ഇരുന്നുകൊണ്ട് ഒരു 20 വർഷത്തേക്ക് സംസാരിക്കാണ്ടിരിക്കുന്ന ഫാമിലീസിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. എന്നിട്ട് വലിയച്ഛൻ അവിടെ ഇരുന്നുകൊണ്ട് 2 പേരുടെയും സൈഡ് കേട്ടിട്ട് ഒരു തീരുമാനം വരുത്തും. അപ്പം അന്നോട്ട് എനിക്ക് മനസ്സിലായി എല്ലാവരുടെയും വീട്ടിൽ വഴക്കുണ്ട്, പക്ഷേ ഇതെല്ലാം തീർക്കാവുന്ന ഒരു വഴക്കാണ്. പക്ഷേ നമുക്കൊരാൾ വേണം, വേറൊരാൾ വേണം. എന്നാന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇരുന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. വേറൊരാൾ, നമ്മളെ വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ഒരു ന്യൂട്രലായിട്ട് ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴക്കുകളൊക്കെ എല്ലാ വീട്ടിലും ഒരു സമാധാനം കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ഇതൊക്കെ ഞാൻ എൻ്റെ വലിയച്ഛൻ്റെ കയ്യിൽ നിന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ വീട്ടിലാണെന്ന് വെച്ചാൽ ഞങ്ങൾ പിള്ളേരെല്ലാവരും വരും. ക്രിസ്മസിനാണ് എല്ലാവരും കൂടുന്നത്. എൻ്റെ വലിയച്ഛന് 4 ആൺപിള്ളേരും 4 പെൺപിള്ളേരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 28 കസിൻസും ഉണ്ട്. ഞങ്ങൾ 28 പേരുണ്ട്. അപ്പോൾ വീട്ടിലൊരു 19 പേരുണ്ട്. അപ്പോൾ വല്യമ്മച്ചിയും ഞങ്ങളുടെ ആൻറ്റീസൊക്കെ ഇരുന്നുകൊണ്ടാണ് കുക്കിംഗ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ഹാബിറ്റ് അറിയാവുമല്ലോ, രാവിലെ ഭക്ഷണം ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകുന്നേരം പലഹാരം, പിന്നെ വൈകിട്ട് ഡിന്നർ. അപ്പോൾ ആൻറ്റിമാരെല്ലാവരും രാപകൽ ഇരുന്നുകൊണ്ട് അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ജോലിയാണ്. ഞങ്ങൾ പിള്ളേർക്ക് ഭയങ്കര രസം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ കളിയോട് കളി തന്നെ. രാത്രി ആകുമ്പോഴത്തേക്കും ഉറങ്ങാൻ സമയത്ത് ഞങ്ങൾ 28 പേരല്ലേ, എവിടെയാണ് തലവെണ്ണയും, എല്ലാവർക്കും ഷീറ്റും തലവെണ്ണമൊന്നുമില്ല. അപ്പോൾ 3 പേരാണ് ഒരു തലവെണ്ണ വെച്ച് ഇരുന്നുകൊണ്ട് 3 പേർക്കും ഒരു തലവെണ്ണ. അത് രാത്രി ഞങ്ങൾ എൻ്റെ വലിയച്ഛൻ്റെ തറവാട് വീട് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 നിലയായിട്ടാണ്. അപ്പോൾ 2ാം നിലയിലാണ് പെൺപിള്ളേരെല്ലാവരും കിടക്കുന്നത്, 3ാം നിലയിലാണ് ആൺപിള്ളേരെല്ലാവരും കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ന്യൂസ് വർത്താനം പറഞ്ഞുകൊണ്ട് ഏകദേശം 1 മണി വരെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓരോ കഥകളെല്ലാം പറഞ്ഞിരിക്കും. എന്നിട്ട് ഞങ്ങൾ അവസാനമാകുമ്പോൾ ഉറങ്ങും. ഞങ്ങൾ ഉറങ്ങി അങ്ങ് കഴിയുമ്പോഴത്തേക്ക് ഈ ആമ്പിള്ളേർ മുകളിൽ നിന്ന് വന്ന് ഞങ്ങളുടെ തലവണയെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് അങ്ങ് ഓട്ടം. രാത്രി ഞങ്ങൾ അവരുടെ പുറകെ എഴുതുകൊണ്ട് ഓട്ടം, ബഹളം. എന്നിട്ട് എല്ലാവരും വീട്ടിൽ എടുത്തിട്ട് മുട്ടുകുത്തിക്കുമായിരുന്നു എൻ്റെ വലിയച്ഛനും വലിയമ്മ. രാത്രി ഇരുന്നുകൊണ്ട് കിടക്കാൻ മേലെ, രാത്രി പോലും വഴക്കാണോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എന്ത് രസമായിരുന്നു, വഴക്കും തമ്മിത്തല്ലും കഥകൾ പറച്ചിലും. അതേസമയം ഇപ്പം എൻ്റെ കഥ തന്നെ നോക്കുവാണെങ്കിൽ എനിക്കൊരൊറ്റ മോനേ ഉള്ളൂ. അവരുടെയൊക്കെ ജീവിതം നോക്കുമ്പം ഒരു ഉണ്ടി ചൈൽഡായിട്ട് നമ്മൾ വളരുമ്പോഴേ നമ്മൾ ശരിക്കും ഒത്തിരി കാര്യം നമ്മൾ മിസ് ചെയ്യും. ആ വളർച്ചയിൽ നമ്മൾ ഷെയറിങ്, പിന്നെ ഈ വഴക്കൂടൽ, അതൊക്കെ നല്ലൊരു രസമായിരുന്നു. അതിൽ നിന്നൊക്കെ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൽക്കട്ടയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എൻ്റെ ബർത്ത്ഡേ 23-ാം തീയതിയാണ്, ക്രിസ്മസിൻ്റെ 2 ദിവസം മുമ്പാണ്. അപ്പം ഞാൻ അന്നൊക്കെ ബാംഗ്ലൂർ കൽക്കട്ടയിലൊക്കെ പഠിച്ചായിരുന്നു. അവിടെ നിന്ന് വരുമ്പം അങ്ങേറ്റത്തെ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എപ്പോഴും കേക്ക് വേണം. കേക്ക് എൻ്റെ അമ്മ ഇരുന്നുകൊണ്ട് കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നല്ലോ. അപ്പോൾ നാട്ടിൽ വന്നാൽ വീട്ടിൽ ഉണ്ടാക്കാനൊന്നും പറ്റിയല്ല, അവിടുത്തെ അവനൊന്നും ഇല്ലല്ലോ. അപ്പം മറ്റൊരു ടൗണിൽ നിന്ന് എൻ്റെ അച്ഛൻ വലിയ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വരും, ബർത്ത്ഡേ കേക്ക്. എനിക്കാണെങ്കിൽ നിർബന്ധം കേക്കൊക്കെ കട്ട് ചെയ്യണം, എന്നിട്ട് എല്ലാവരും എൻ്റെ കസിൻസ് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടണം. ഇതൊക്കെ ഭയങ്കര നിർബന്ധമാണ്. അപ്പം അവിടെ എല്ലാവരും വിശന്ന് കൂറ കുത്തിയായിരിക്കുന്നത്. കേക്കൊക്കെ കാണുമ്പം എല്ലാവർക്കും ആകെപ്പാടെ ഭയങ്കര ആർത്തി കയറി ഇങ്ങനെ കട്ട് ചെയ്യാനൊന്നും അവർക്കൊന്നും ആ ക്ഷമയില്ല. അപ്പം ഞാനില്ല എല്ലാവരും വെയിറ്റ് ചെയ്യണം, പാട്ട് പാട്, ഞാൻ കട്ട് ചെയ്യട്ടെ എന്ന് പറയും. ശരി, തുടങ്ങി. കട്ട് ചെയ്യാൻ നേരത്തേക്ക് എല്ലാവരും പാട്ട് പാടുന്ന തുടങ്ങുമ്പോൾ ബോട്ടച്ചെന്ന് പറഞ്ഞാൽ തോമസുട്ടി എൻ്റെ കസിന്, പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് പുള്ളിക്കാരൻ ഓടി വന്ന് എൻ്റെ കേക്ക് മുഴുവനോടെ എടുത്ത് തട്ടിപ്പറിച്ച് ഒരൊറ്റ ഓട്ടം, റബ്ബർ തോട്ടത്തിൽ. പിള്ളേരെല്ലാവരും ബോട്ടിച്ചിൻ്റെ പുറകെ, ഞാൻ കത്തിയായിട്ട് അവിടെ ഇരിക്കുന്നു. കേക്കും ഇല്ല, പിള്ളേരും ഇല്ല, ആരുമില്ല. ഹാപ്പി ബർത്ത്ഡേ വരാനുമില്ല. ഞാനതേ കത്തിയും പിടിച്ചോണ്ട് അവരുടെ പുറകെ ഞാനും ഓട്ടം. അവിടെ ചെന്ന് എല്ലാവരും കൂടെ തട്ടിപ്പറിച്ച് കുറേ പേർക്കൊക്കെ കിട്ടി, മറ്റവർക്കൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്കാണെങ്കിൽ ഒരു വയം കിട്ടിയിട്ടില്ല. എന്നിട്ട് പിന്നെ പള്ളിയിൽ പോകുന്നത് അതിരാവിലെ വിളിക്കും.
അന്ന് പള്ളിയിൽ പോകാനായിട്ട്. അന്നൊക്കെ ഈ സുറിയാനി കുർബാന എന്ന് പറഞ്ഞാൽ അത് 1.5 മണിക്കൂറത്തെ കുർബാനയായിരുന്നു. ഉറക്കം വെച്ചിട്ടും മേല, എന്നാലും സമ്മതിക്കുകയല്ല, എല്ലാവർക്കും പള്ളിയിൽ പോയി അതിരുന്നുകൊണ്ട് എത്ര നേരമാണോ മുട്ടുകുത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വർഷം. ഇപ്പോഴൊക്കെ നമ്മൾ നോക്കുമ്പോൾ 10-40 മിനിറ്റേ ഉള്ളൂ ഒരു കുർബാനയുടെ. അന്നൊക്കെ അങ്ങനെ അല്ലായിരുന്നല്ലോ, 1.5 മണിക്കൂർ. അത് ക്രിസ്മസ് ടൈമിൽ വാരപ്പെട്ടിയിൽ നല്ല തണുപ്പ്, കിടുകിടാ വിറയ്ക്കുന്നു, ഉറക്കം വരുന്നു. എന്നിട്ട് അച്ഛനാണെങ്കിൽ പ്രസംഗം പറഞ്ഞാൽ നിർത്തോ ഇല്ല. എല്ലാവർക്കും ആകെപ്പാടെ എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പാണല്ലോ പോകുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അത് എന്നിട്ട് വീട്ടിൽ വന്നിട്ട്, അപ്പോൾ അന്നൊക്കെ കഞ്ഞിയും പാരൊക്കെ ഉള്ളൂ വീട്ടിൽ. അതാണേലും മതി, എല്ലാവർക്കും വിശന്ന്. ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ ഒറ്റമാളായിട്ട് അന്ന് എൻ്റെ സിസ്റ്റർ ഉണ്ടായിട്ടില്ല. എല്ലാം എനിക്ക് നല്ല സ്റ്റൈലായിട്ട് അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നത്, നാഗ്പൂരിലോ അല്ലെങ്കിൽ കൽക്കട്ടയിലോ. ഇവിടെ വരുമ്പം കഞ്ഞിയും പയറേ ഉള്ളൂ. അത് വലിയതാണ്, കനകക്കട്ട കിട്ടുന്ന പോലെയായിരുന്നു. എന്ത് രുചിക്കായിരുന്നു ഞങ്ങളെല്ലാം കഴിക്കുന്നത്. എന്താ വെച്ചാൽ നല്ല കളിയും നല്ല വിശപ്പും. ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ പെൻ ഡ്രൈവിൽ, ലോകയാത്രികന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, ഓരോ രാജ്യത്തെയും സഞ്ചാരത്തിനിടെയുണ്ടായ മറക്കാനാവാത്ത അനുഭവങ്ങളുടെ ഹൃദയസ്പർശിയായ അവതരണം. വീണ്ടും വീണ്ടും കാണാനും സൂക്ഷിച്ചു വെക്കാനും ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ വോളിയം നമ്പർ 1 സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് DK എന്ന് SMS ചെയ്യുക. DK എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995 444 222. സൽക്കാര എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ ഭയങ്കര ഏറ്റവും വലിയ ട്രീറ്റ്, ഹോളിഡേയുടെ ഏറ്റവും വലിയ ട്രീറ്റ് അവിടെ പോയി ഒരു റോസ് മിൽക്ക് കുടിക്കുക. അത് എൻ്റെ അച്ഛന് മാത്രമേ ഉള്ളൂ കൊണ്ടുപോകുള്ളൂ. മറ്റേ എൻ്റെ അങ്കിൾസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എൻ്റെ അച്ഛൻ എല്ലാവരും കൂൾ ഡ്രിങ്കിന് അങ്ങനെയൊക്കെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് വേറൊരു ഹൈ പോയിൻറ്റ്, ഒന്ന് സൽക്കാരായി പോയി ഈ റോസ് മിൽക്ക് കുടിക്കുക. വേറൊരു ഹൈ പോയിൻറ്റ് എന്നാന്ന് വെച്ചാൽ അവിടുത്തെ ആറ്റിൽ പോയി കുളിക്കുക. അപ്പോൾ ഈ വേനൽക്കാലത്തല്ലേ ഞങ്ങൾ സമ്മറിൽ വരുമ്പോഴത്തേക്കും, വേനൽക്കാലത്ത് ഈ ആറ്റാണെങ്കിൽ അപ്പടി പറ്റിയായിരിക്കുന്നത്. ഞങ്ങൾ കൽക്കട്ടയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഫാദർ ഭയങ്കര അന്നത്തെ കാലത്തെ MBA അമേരിക്കയിൽ പോയി ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ ആദ്യത്തെ MBA ഒക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കാഴ്ചപ്പാടൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറുപ്പത്തിലെ സ്പോർട്സ് ഭയങ്കര, എൻ്റെ ഫാദറിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള. അപ്പം ഞാൻ എന്നെ ഉള്ള ഗെയിംസിന് വിടും, സ്പോർട്സിന് വിടും, അത്ലറ്റിക്സിന്, സ്വിമ്മിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സാറ്റർഡേ സൺഡേ ക്ലബ്ബിൽ പോയി സ്വിമ്മിങ്ങിനൊക്കെ ഞാൻ പിടിക്കായിരുന്നു. സ്വിമ്മിങ്ങിനൊക്കെ ഭയങ്കര താല്പര്യം, നല്ല കഴിവുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആറ്റിൽ കുളിക്കുമ്പം എനിക്ക് സ്വിമ്മിങ് പൂൾ വളരെ ഇഷ്ടം പോലെ വെള്ളം വേണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും മെയ് മാസമല്ലേ, കാലിൻ്റെ മുട്ട് പോലും അത്രയും വെള്ളം പോലും ഇല്ല. അപ്പോൾ ഞാനിരുന്നുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യും, പരാതി. ഇവിടെ രസമില്ലല്ലോ, ഇത് സ്വിമ്മിംഗ് പൂൾ പോലെ വെള്ളം വേണം, കഴുത്ത് വരെ വെള്ളം വേണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നീന്തുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പരാതി. അപ്പോൾ എൻ്റെ പൊട്ടച്ചൻ കസിൻ പറയുന്നു, നിനക്ക് ഈ കഴുത്ത് വരെ വെള്ളം വേണോ, എന്നാൽ നീ തലയും കുത്തി അങ്ങ് നിന്നാച്ചാൽ മതി, കഴുത്ത് വരെ വെള്ളമായില്ലേ. അങ്ങനെ എന്നെ എടുത്തുകൊണ്ട് നല്ലതായിട്ട് കളിയാക്കുമായിരുന്നു. ഞാനും തിരിച്ചു കൊടുക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, ഈ ബോട്ടച്ചൻ ഞങ്ങളെ ഈ ഷീലൂനെ എന്നെ എന്തോരം ഉപദ്രവിച്ചിട്ടുണ്ടെന്നറിയാമോ. എന്നിട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തർ ഈ സമ്മറിലാണല്ലോ ഈ കപ്പൽ മാങ്ങ പഴുത്തിങ്ങനെ ചോര കൊടുക്കും പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പുള്ളി പറയും, നമുക്ക് പോയി കപ്പൽ മാങ്ങ പറിക്കാം. ഞങ്ങൾ 3 പേരും പോകും. എന്നിട്ട് ഇങ്ങനെ പറമ്പിൽ കൂടെ എല്ലാം കൂടെ ഒക്കെ നടന്ന് ദൂരെ അങ്ങ് ചെന്നു. അവിടെ നോക്കിയപ്പോൾ നല്ല കപ്പൽ മാങ്ങ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അപ്പോഴൊരു സംശയം തോന്നി, ബോട്ടച്ചാ ഇത് നമ്മുടെ പറമ്പാണോ ഇത്? അപ്പോൾ ഇത് പിന്നെ ഇതൊക്കെ നമ്മുടെ പറമ്പാണ്, ഇതെല്ലാം നമ്മുടെ പറമ്പല്ലേ. പറഞ്ഞു ഷുവറാണ്. എന്നാന്ന് വെച്ചാൽ വേറെ വല്ലവരും പറമ്പിൽ പോയി നമ്മൾ അതൊന്നും പറിക്കുന്നത് തെറ്റാ. നീ എന്നതിനെ പേടിക്കുന്നത്, അതൊക്കെ നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ നല്ല കല്ലെടുത്തിട്ട് ഇരുന്നോണ്ട് പറിക്കും, എല്ലാം താഴെ വീഴും. എന്നിട്ട് ഞങ്ങൾ ഇരുന്നുകൊണ്ട് അതെല്ലാം കളക്ട് ചെയ്ത് ഇങ്ങനെ വെക്കും. കുറേ അങ്ങ് കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആരാണ്ട് പറമ്പായിരുന്നു. ആ ഉടമസ്ഥൻ ഓടി വന്ന് വലിയ കമ്പുമായിട്ട് ഓടി, അവിടെ നിർത്തണം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കമ്പുമായിട്ട് ഓടുന്നു. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വേറൊരു മനുഷ്യൻ. നോക്കിയപ്പോൾ ബോട്ടത്തിനെ കാണുന്നില്ല, പറന്നങ്ങ് പോയി. ഞാനും ഷീലും ഓടി അതിൻ്റെ പുറകെ ഓടി ഒരു തരത്തിൽ പേടിച്ച് അരണ്ട് ഒരു തരത്തിൽ വീട്ടിലെത്തി. അന്ന് മോറ്ററയിൽ ഒരു തിയേറ്ററേ ഉള്ളൂ, ലക്ഷ്മൺ എന്ന് പറഞ്ഞൊരു തിയേറ്റർ. അപ്പോൾ അവിടെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു സിനിമ ഞങ്ങളെല്ലാവരും കൂടെ പോയത്. അപ്പോൾ എല്ലാവരും എൻ്റെ അച്ഛനാണ് കൊണ്ടുപോകുന്ന എല്ലാവരും, മറ്റൊരു എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല സിനിമയൊക്കെ കാണാനായിട്ട്. അപ്പോൾ സിനിമയുടെ പടത്തിൻ്റെ പേര് അഴകുള്ള സെലീന, ജയഭാരതിയുടെ പടമായിരുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കയറ്റി, ഞങ്ങളെല്ലാവരും 4-5 വണ്ടിയിൽ എല്ലാ ആൻറ്റീസും അങ്കിൾസും പിള്ളേരൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ വല്യമ്മച്ചിയുടെ ഒരു ബന്ധുക്കാരനുണ്ടായിരുന്നു, മറ്റത്തിലെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണ് പുള്ളി.
അപ്പം പുള്ളിക്ക് ഇത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, ഇതൊന്നും താല്പര്യമില്ലാതെ. അപ്പം ഞങ്ങൾ സമ്മതിക്കുകയല്ല, മറ്റത്തിൽ അച്ഛനും വരണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങ് കയറി പോയി. അപ്പോൾ ഈ അഴകുള്ള സെലീനയ്ക്കകത്ത് ഭയങ്കര ലവ് സീൻസ് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ആൻറ്റീസ് എല്ലാം ഞങ്ങളെല്ലാം കണ്ണുപൊത്തി പിടിക്കും, അതൊന്നും കാണരുതെന്ന് പറഞ്ഞുകൊണ്ട്. അതേ സമയത്ത് മനുഷ്യരത് തറയിലിരിക്കുന്നവരെല്ലാവരും കഴുത്തിങ്ങനെ പൊക്കി നീട്ടി നോക്കിയായിരുന്നുകൊണ്ട് നോക്കുന്നത്. അതൊരു മാറ്റത്തിലച്ഛൻ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും വെപ്രാളും. അതേ കൊന്ത എടുത്തുകൊണ്ട് നന്മ മറിയമേ സുസ്ഥീകർത്താവരോട് വലിയ ഒച്ചയിലിരുന്നുകൊണ്ട് പ്രാർത്ഥന. എന്നിട്ട് മനുഷ്യരവിടെ ഇരുന്നുകൊണ്ട് തെറി പറയുന്നു. ഇത് ആരാ ഇവിടെ ഇരുന്നുകൊണ്ട് കുരിശ് വരിക്കുന്ന സമയം കണ്ടില്ലേ, പ്രാർത്ഥിക്കുന്ന സമയം കണ്ടില്ലേ, മിണ്ടാണ്ടിരിയടാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട്. ഞങ്ങളാണെങ്കിൽ ചിരിയോട് ചിരിയെ. അച്ഛനത് കഴിഞ്ഞിട്ട് സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇങ്ങനെ ഇതാണോ നിങ്ങൾ ഈ പിള്ളേരെല്ലാം കൊണ്ട് കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛനെയും മറ്റേ അങ്കിൾസിനെല്ലാം നല്ല വഴക്കും. പിള്ളേർക്ക് ഭയങ്കര രസമാണ്, ആൻറ്റീസിന് ഭയങ്കര വെപ്രാളം. പക്ഷേ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ കഥകൾ. ഇതിപ്പം സിനിമയിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊന്നും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ, അച്ഛനമ്മയുടെ കൂടെ പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഇത് ഞങ്ങളൊരു 3-4 ജനറേഷൻസ് ആയിട്ടാണ് ഒരുമിച്ച് പോയി കാണുന്നത്. ഓരോ ജനറേഷൻ്റെ ഓരോ ഡിഫറൻസേ കാണുമ്പോഴത്തേക്കും തന്നെ പെൺപിള്ളേർക്കൊക്കെ നാണം, ആൺപിള്ളേർക്കൊക്കെ ഭയങ്കര രസം, എന്നിട്ട് മറ്റേ ഉള്ള ആൾക്കാർക്കൊക്കെ ദേഷ്യം, എൻ്റെ ആൻറ്റീസിനൊക്കെ ആകെപ്പാടെ മോശം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാവം മറ്റത്തിലച്ഛൻ്റെ ഞാൻ എന്നാ പാവം ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ഇരുന്നുകൊണ്ട് ഇങ്ങനത്തെ സിനിമയ്ക്ക് കൊണ്ടുവരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇട്ടുകൊണ്ടെല്ലാം വഴക്ക്. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങളങ്ങനെ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഈ കുട്ടിക്കാലത്തെ ഉള്ള ആ എക്സ്പീരിയൻസസ് ആണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ കാരണമാണ് എന്തെല്ലാം അനുഭവങ്ങൾ വലുതായപ്പം ആ ഓരോ പ്രശ്നത്തിൽ വന്ന് ചാടുമ്പോഴേ ഈ ശ്രീലങ്കയിലോ അഫ്ഗാനിസ്ഥാൻ വരുമ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ് എനിക്ക് ആ ഫൗണ്ടേഷൻ തന്നിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ടാക്കിൾ ചെയ്യാനായിട്ട് അതിൻ്റെ ആ ധൈര്യം, അതിൻ്റെ ആ കഴിവ്, അതിൻ്റെ ഓൺ ദ സ്പോട്ട് ക്വിക്ക് തിങ്കിങ്, ഇതെല്ലാം എന്നാന്ന് വെച്ചാൽ വേറെ നിവൃത്തിയില്ല. എൻ്റെ ഈ കസിൻസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ജീവിച്ചു പോകണമെങ്കിലേ നമ്മുടെ വിറ്റ്സ് മുഴുവൻ വേണം, അല്ലെങ്കിൽ ആകെപ്പാടെ നമ്മളങ്ങ് നശിച്ചങ്ങ് പോകും. ആ ഒരു സർവൈവൽ, ദെർ വാസ് നോ അതർ വേ. സർവൈവലിൻ്റെ ആ ടെക്നീക്ക് മുഴുവൻ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിക്കാലത്ത് എൻ്റെ കസിൻസിൻ്റെ കൂടെ. എൻ്റെ അമ്മയുടെ സൈഡിലുള്ളത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും രസമായിട്ടുള്ളത് മുണ്ടക്കയത്ത് പോകുന്നതായിരുന്നു. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടുത്തെ സൂപ്പറിൻറ്റൻഡൻ്റ് ആയിരുന്നു ടീ എസ്റ്റേറ്റിൻ്റെ. എനിക്ക് ആദ്യത്തെ ഒക്കെ ഓർമ്മ ഒരു 7 വയസ്സൊക്കെ ആയപ്പോഴത്തെ ഒരു ഓർമ്മയാണ് മുണ്ടക്കയത്ത് പോകുന്നത്. അവിടെ മനോഹരമായ പ്രകൃതിയാണ്, ഭയങ്കര ശേല. അപ്പോഴാണ് എനിക്കൊരു ഏകദേശം ഒരു 7 ഇയേഴ്സ് ആയിരുന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പ്രകൃതിയോടൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്. എനിക്കറിയാമല്ല, അത് പറയാനായിട്ടൊരു എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇച്ചിരി വിഷമമുണ്ട്. എന്നാന്ന് വെച്ചാൽ ഈ ടൗണിലിരിക്കുമ്പം എക്സൈറ്റ്മെൻ്റ് ആണ്, നല്ലതാണ്, എല്ലാം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു മനസ്സമാധാനം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയുടെ അടുത്തോ അല്ലെങ്കിൽ ഈ ഓഷൻ്റെ അടുത്ത്, കടലിൻ്റെ അടുത്ത്, കടൽ തീരത്തിരിക്കുന്ന അതിൻ്റെ ഒരു പ്രകൃതിയുടെ ഒരു കോൺസ്റ്റൻറ്റ് മൂവ്മെൻറ്റ്, ഇപ്പം ഒരു ബ്രീസ് നമ്മുടെ മരത്തിൽ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ മഴയുടെ ശബ്ദം, മഴയുടെ ആ മണം, ഈ നേച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത് മലയാളീസിന് പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയാലും നമ്മൾ നേച്ചറല്ലേ ഈ കാണുന്നത്. അതിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ലോങ് ടേം ഇഫക്റ്റ് എന്നാന്ന് വെച്ചാൽ എനിക്ക് എല്ലാ ദിവസവും സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം ഇത് കണ്ടില്ലെങ്കിൽ എനിക്ക് ഏതാണ്ട് പോലെ എനിക്ക് പറ്റിയല്ല. ഞാനിപ്പോൾ വേറെ ഓരോ യാത്ര ചെയ്യുമ്പോൾ ഓരോ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വേറെ ഒന്നും കാണത്തില്ല. ഇപ്പോൾ ന്യൂയോർക്കിലൊക്കെ പോയാൽ മാൻഹാറ്റനിൽ നമ്മുടെ മുറിയിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ വേറെ ബിൽഡിങ്സേ കാണുകയുള്ളൂ. എനിക്കത് പറ്റിയല്ല, എനിക്ക് ഏതാണ്ട് ഒരു ക്ലോസ്ട്രോഫോബിയ പോലെയാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഈ TV ജേർണലിസത്തെക്കാളും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് എഴുതുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര വേറൊരു ഫീലിംഗ്. നമ്മൾ മറന്നു പോകും, നമ്മളെ പറ്റിയോ അങ്ങ് മറന്നു പോകും. ആ എഴുത്തിൻ്റെ ഒരു അബ്സോർപ്ഷൻ വരുമല്ലോ. പക്ഷെ എനിക്ക് എഴുതാനായിട്ട് സ്റ്റാർട്ടിങ്ങിന് എനിക്ക് പച്ച കാണണം, മരങ്ങൾ അല്ലെങ്കിൽ പുല്ല്, ഈ ഇലകൾ, ഇത് കണ്ടില്ലെങ്കിൽ എനിക്ക് ആദ്യത്തെ ആ സെൻറ്റൻസ് വരത്തില്ല. ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സെൻറ്റൻസ് വരാണെങ്കിൽ ഞാൻ എൻ്റെ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഒരു ഗ്രീനായിട്ട് നോക്കുമ്പോൾ ആ ഐഡിയ അങ്ങ് വന്നോളും. അതേസമയം ഒരു ഡെസേർട്ട് ഏരിയ, ഞങ്ങൾ സൗദി അറേബ്യയിലായിരുന്നല്ലോ, പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നല്ല ഗ്രീനറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡെസേർട്ടായിട്ട് ഈ ബ്രൗൺ കളറൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര ബ്ലോക്കാണ്. ഒരൊറ്റ ശേഷം ഒരു 1 വേർഡ് തുടങ്ങാൻ പറ്റത്തില്ല.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് തോന്നുന്നത് അതൊരു മലയാളിയായിട്ടുള്ള ഒരു ജനറ്റിക് ഇൻഹെറിറ്റൻസ് ആണത്. പക്ഷെ ആ ഗ്രീനറി ഉണ്ടെങ്കിൽ പിന്നെ ഒരു മനസമാധാനമുണ്ട്. മൈൻഡ് നമ്മുടെ ഈ മണ്ണ് പോലെ ഫെർട്ടൈലാണ്. ഇങ്ങനെ നമ്മൾ പറയല്ലേ, എൻ്റെ അമ്മ എപ്പോഴും പറയും തൊടുപുഴയിൽ നല്ല ഫെർട്ടൈലായിട്ടുള്ള സ്ഥലമാണ്, മണ്ണ് നല്ല മണ്ണാകുമ്പോൾ നമ്മൾ കൈവച്ചൊക്കെ ചുമ്മാ അങ്ങോട്ട് എറിഞ്ഞാച്ചാൽ മതി, അതേ അതിരുന്നുകൊണ്ട് വളർന്നു വരുന്നത്. അതുപോലെയാണ് നമ്മുടെ, എനിക്ക് തോന്നുന്നത് മലയാളികളുടെ മൈൻഡ്സ് ഭയങ്കര ഫെർട്ടൈൽ മൈൻഡായിരുന്നു. നമ്മുടെ ഈ മഴ വരുമ്പോൾ ഇരുന്നുകൊണ്ട് കിളുത്ത് വരുന്ന പോലെ ഐഡിയാസ് ഇങ്ങനെ കിളുത്ത് വരും. പക്ഷെ അതിന് നമ്മൾ പ്രകൃതിയുടെ അടുത്തായിട്ടിരിക്കണം. എനിക്ക് പ്രകൃതിയായിട്ട് ആ കണക്ഷൻ ഇല്ലെങ്കിൽ, ആ കണക്ഷൻ അങ്ങ് വിട്ടുപോയാൽ പിന്നെ നമുക്ക് ആ ക്രിയേറ്റിവിറ്റി തന്നെ അങ്ങ് അവസാനിക്കുന്ന എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെയാണ്. അതാണ് ഞാൻ ഇപ്പോൾ മലയാളം സിനിമയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ എന്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട് എല്ലാ തരത്തിലും. ഇപ്പം റൈറ്റിങ്ങിലാണേലും ശരി, പെയിൻറ്റിങ്ങിലാണേലും ശരി, ഡിസൈൻ ആണേലും ശരി, എന്ത് തരത്തിൽ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ മലയാളി ഇറ്റ്സ് കമ്പയർഡ് ടു മോസ്റ്റ് അതർ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഞാൻ നോക്കിയിട്ട് മലയാളീസാണ് ഏറ്റവും ക്രിയേറ്റീവ്. തമാശന് പോലും മലയാളീസിന് ക്രിയേറ്റിവിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ വി ആർ വെരി ബ്ലെസ്ഡ്. നേച്ചറായിട്ട് നമ്മൾ ഭയങ്കര ബ്ലെസ്ഡാണ്. അപ്പോൾ നമ്മൾ നേച്ചറായിട്ട് നമ്മുടെ പാടാണേലും ശരി, നമ്മുടെ കോക്കനട്ട് ട്രീസ് ആണെങ്കിലും ശരി, നമ്മുടെ ബാക്ക് വാട്ടേഴ്സ് ആണെങ്കിലും കടൽ, പിന്നെ മലകൾ, നമ്മുടെ ഈ മരങ്ങൾ തന്നെ എന്ത് ശേലമാണ്, മരത്തിൻ്റെ ഇല തന്നെ എന്ത് ശേല. ഈ വൈത്തിരിയിലൊക്കെ പോയപ്പോഴാണ് നമ്മൾ കാണുന്നത് മുട്ടൻ ഇല. അതുപോലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓൺലി ഫ്യൂ ട്രോപ്പിക്കൽ ഏരിയാസിലും നമ്മളിങ്ങനെ കാണുള്ളൂ. അതുതന്നെയല്ല, ഇപ്പം ഞാൻ ജപ്പാനിൽ പോയപ്പോൾ ഒരു വ്യത്യാസം ഞാൻ കണ്ടത് എന്നാന്ന് വെച്ചാൽ, ജപ്പാൻ ഒക്കെ അവിടെ ഒത്തിരി പണ്ടത്തെ പോലെയല്ല, ഒത്തിരി മോണോകൾച്ചർ പ്ലാന്റേഷൻസ് ഉണ്ട്. അപ്പം ഓരോ സീഡർ ട്രീസ്, ഒരു മരങ്ങളേ ഉള്ളൂ. നമ്മൾ നാട്ടിൽ വന്നാലേ ഒരു മലയിൽ നമ്മൾ നോക്കിക്കേ എന്തെല്ലാം തരം മരങ്ങളാണ്. ദാറ്റ് ഈസ് നേച്ചേഴ്സ് ഡൈവേഴ്സിറ്റി. നമുക്ക് ശരിക്കും വന്നാൽ കേരളത്തിൽ വന്നാൽ നമുക്ക് ആ നേച്ചേഴ്സ് ഡൈവേഴ്സിറ്റി കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ നേച്ചർ ഇസ് റിഫ്ലക്ഷൻ. ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടില്ലേ, ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ and you will understand everything. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞാൽ ഐ റിയലി ഫീൽ ഇറ്റ്സ് ട്രൂ. എന്നാന്ന് വെച്ചാൽ നമ്മൾ നേച്ചറിനോട് നോക്കുമ്പോൾ നമുക്ക് മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയും. എന്നാന്ന് വെച്ചാൽ ജസ്റ്റ് ആസ് നേച്ചറിൽ ഇത്ര ആ ഡിഫറൻസസ് ഉള്ള പോലെയാണ് നമ്മുടെ മനുഷ്യരും. പീപ്പിൾ ആർ ഓൾസോ ഡൈവേഴ്സ്. എല്ലാ തരത്തിലും പീപ്പിൾ ഉണ്ടല്ലോ.